അക്കാദമിക് കൗൺസിൽ റദ്ദാക്കിയതിൽ കേരള സർവകലാശാലയിൽ പ്രതിഷേധം. ഇടത് കൗൺസിൽ അംഗങ്ങളാണ് പ്രതിഷേധവുമായി എത്തിയത്. 90% കൗൺസിൽ അംഗങ്ങളും ഹാജരായിട്ടും വൈസ് ചാൻസലർ കൗൺസിൽ റദ്ദാക്കുകയായിരുന്നു. പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്താണ് VC-യുടെ നടപടി. പുതുക്കിയ തീയതി അറിയിക്കുമെന്നും വൈസ് ചാൻസലർ അറിയിച്ചു. യോഗം വിളിച്ചു തരം നിയമവിരുദ്ധമായിട്ടാണെന്ന് സിൻഡിക്കേറ്റ് അംഗം G. മുരളീധരൻ ആരോപിച്ചു. ഈ യോഗം വിളിച്ചത് നിയമവിരുദ്ധമായിട്ടാണ്. കാരണം ഈ യോഗത്തിൻ്റെ അറിയിപ്പ് കൊടുത്തത് നിയമവിരുദ്ധമായി ഈ സർവകലാശാലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രജിസ്ട്രാർ ഇൻ ചാർജാണ് എന്ന് VC ഇറക്കിയ ഒരു ഉത്തരവും പ്രകാരമുള്ള രജിസ്ട്രാർ ഇൻ ചാർജാണ്. അവർ ഈ യോഗം വിളിച്ചത് നിയമവിരുദ്ധമാണ് എന്ന് ഞങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് രജിസ്ട്രാർ കോടതിയിൽ കൊടുത്തൊരു കേസുമായി ബന്ധപ്പെട്ട വാദത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന്, ഈ യോഗം നിയമവിരുദ്ധമായി വിളിച്ച യോഗമാണ്. ഈ നിയമവിരുദ്ധമായ രജിസ്ട്രാർ പങ്കെടുത്തുകൊണ്ട് ഈ യോഗം ചേരുന്നതും നിയമവിരുദ്ധമാണ്. എന്നാൽ കേരള സർവകലാശാലയുടെ കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരും അതുമായി ബന്ധപ്പെട്ട പൊതുസമൂഹവും വളരെ പ്രതീക്ഷയോടെ കേൾക്കാനിരിക്കുന്ന തീരുമാനമെടുക്കേണ്ട നിരവധി അജണ്ടകൾ, നൂറുകണക്കിന് അജണ്ടകൾ ഇന്നത്തെ അക്കാദമിക് കൗൺസിൽ യോഗത്തിൻ്റെ അജണ്ട അച്ചടിച്ച് ഞങ്ങൾക്കെല്ലാം വിതരണം ചെയ്തിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സർവകലാശാല സമൂഹത്തിൻ്റെ ആകെ പൊതു താല്പര്യം മുൻനിർത്തി ഈ അക്കാദമിക് കൗൺസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ അക്കാദമിക് കൗൺസിലിലെ ഏതാണ്ട് 130 അംഗങ്ങളിൽ ഏതാണ്ട് 120ഓളം പേർ ഇന്ന് രാവിലെ ഇവിടെ എത്തി. അവരാണ് ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അക്കാദമിക് കൗൺസിൽ ഈ സർവകലാശാലയുടെ ഏറ്റവും വലിയ അക്കാദമിക് വേദിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവകലാശാലയുടെ അതോറിറ്റിയാണ്. സർവകലാശാലയുടെ അതോറിറ്റി സിൻഡിക്കേറ്റ്, സെനറ്റ്, അക്കാദമിക് കൗൺസിൽ, ഇത് മൂന്നുമാണ് അതോറിറ്റി. ഈ അതോറിറ്റിയെ പുല്ലുവില കൊടുത്തുകൊണ്ട് ഇവിടെ ഏകാധിപത്യപരമായിട്ടുള്ള നിയമവിരുദ്ധമായ പ്രവർത്തികളാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിജിൻ വായന്തോട് വിവരങ്ങൾ വായിച്ചിരുന്നു. വിജിൻ, ഇന്ന് എന്താണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായത്? അജിംസ്, ഇന്ന് 10 മണിക്കായിരുന്നു വിദ്യാർത്ഥികളുടെ വിവിധ വിഷയങ്ങൾ ഉൾപ്പെടെ അംഗീകാരം നൽകേണ്ട അക്കാഡമിക് കൗൺസിൽ യോഗം ചേരേണ്ടിയിരുന്നത്. എന്നാൽ 9:25 അക്കാഡമിക് കൗൺസിൽ യോഗം റദ്ദാക്കുകയാണ് എന്നുള്ള നിർദ്ദേശം, എന്നുള്ള കുറിപ്പ് VC ഇറക്കിയത്. VC സർവകലാശാലയിൽ എത്താതെ വീട്ടിലിരുന്നാണ് ഈ കുറിപ്പ് ഇറക്കുകയും ചെയ്തത്. ഏകദേശം 90% വരുന്ന അക്കാഡമിക് കൗൺസിൽ അംഗങ്ങൾ, അവർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ആണ്. അവർ ഇന്നലെ തന്നെ ഇവിടെ എത്തുകയും ഇന്ന് രാവിലെയും ഒക്കെയായി സർവകലാശാലയിലേക്ക് എത്തിയതാണ്. യോഗത്തിൽ പങ്കെടുക്കാനായി ഇവർ എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഇങ്ങനെ അക്കാഡമിക് കൗൺസിൽ യോഗം റദ്ദാക്കുകയാണെന്ന നിർദ്ദേശം VC ഇറക്കിയത്. ഇതിൽ പ്രധാനമായും ഒരു കാരണവും ഇക്കാര്യത്തിൽ പറയുന്നില്ല എന്നുള്ളതാണ്. VC ഇറക്കിയ ഉത്തരവിൽ റദ്ദാക്കുകയാണ്, മറ്റൊരു ദിവസം അക്കാഡമിക് കൗൺസിൽ ചേരും, ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിലുള്ള തീരുമാനം VC ഒറ്റയ്ക്ക് തീരുമാനമെടുക്കും എന്നുള്ളതാണ് നിലവിൽ ഇറക്കിയ ഉത്തരവിൽ പറയുന്നത്. ഇതിനെതിരെയാണ് വലിയ പ്രതിഷേധം ഇടത് അക്കാഡമിക് കൗൺസിൽ അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. വലിയ പ്രതിഷേധത്തിൽ അവർ വ്യക്തമാക്കുന്നത് ഈ യോഗം വിളിച്ചുകൂട്ടിയത് തന്നെ അത് നിയമവിരുദ്ധമായിട്ടാണ്. രജിസ്ട്രാർ ഉള്ള സാഹചര്യത്തിൽ രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനാണ് യോഗം വിളിക്കാനുള്ള ഉത്തരവ് ഇറക്കിയത്. അത് തന്നെ നിയമവിരുദ്ധമായിട്ടാണ്. പക്ഷേ വിദ്യാർത്ഥികളുടെ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഒരു കൗൺസിൽ യോഗമാണ് ചേരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കൗൺസിൽ നടക്കട്ടെ എന്ന തീരുമാനമായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് കൗൺസിൽ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെത്തുകയും ചെയ്തത്. പക്ഷേ പൊടുന്നനെ രാവിലെ എല്ലാവരും ഇവിടെ എത്തിയ സാഹചര്യത്തിൽ പൊടുന്നനെയാണ് ഇങ്ങനെയൊരു തീരുമാനം VC അറിയിക്കുന്നത്. VC ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നില്ലെങ്കിലും പക്ഷേ ഈ രജിസ്ട്രാറെ വിളിക്കാതെയും രജിസ്ട്രാർ ഇൻചാർജിനെ കൊണ്ട് യോഗം വിളിപ്പിച്ചതും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ബാനർ ഉയർത്തി ഈ കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധിക്കാൻ ഇടതുഅംഗങ്ങൾ തീരുമാനിച്ചിരുന്നു. ആ പ്രതിഷേധം ഒഴിവാക്കാനാണ് നിലവിൽ അക്കാഡമിക് കൗൺസിൽ യോഗം പിരിച്ചുവിട്ടത്, നടത്താതെ റദ്ദ് ചെയ്തത് എന്നുള്ളതാണ് VC ഇപ്പോൾ അറിയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും VC ഇപ്പോഴും സർവകലാശാലയിൽ എത്തിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. എത്താതെ ഈ സർവകലാശാലയുടെ അക്കാഡമിക് കൗൺസിൽ യോഗത്തിന് പൂർണ്ണമായും ഏകദേശം 90% വരുന്ന അംഗങ്ങൾ എത്തിയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു റദ്ദ് ചെയ്യൽ അത് ചരിത്രത്തിൽ ആദ്യമായാണ്. കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഈ 4 വർഷ വിവിധ കോഴ്സുമായി ബന്ധപ്പെട്ട് വിവിധ കാര്യങ്ങൾ, അതായത് അവരുടെ ഗ്രേസ് മാർക്ക്, മറ്റു തരത്തിലുള്ള 100 കണക്കിന് ഫയലുകൾ ഉൾപ്പെടെ പലതും ഒപ്പുവെക്കേണ്ടത്, അതിൽ തീരുമാനമെടുക്കേണ്ടത് അക്കാഡമിക് കൗൺസിലാണ്. അക്കാഡമിക് കൗൺസിലാണ് അതിൻ്റെയൊക്കെ പരമാധികാരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അക്കാഡമിക് കൗൺസിൽ യോഗം 4 മാസത്തിൽ ഒരിക്കൽ ചേരണം എന്നുള്ള നിബന്ധന ഈ ബൈലോയിൽ തന്നെ, സർവകലാശാല ബൈലോയിൽ തന്നെയുണ്ട്. പക്ഷേ അതെല്ലാം പൂർണ്ണമായും മറികടന്നാണ് ഇപ്പോൾ VC ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ ഇടത് അക്കാഡമിക് കൗൺസിൽ അംഗങ്ങളും സിൻഡിക്കേറ്റ് അംഗങ്ങളും വ്യക്തമാക്കുന്നത്. അജിംസ്.